ചിന്നസ്വാമിയിലെ ശാപമോക്ഷത്തിന്റെ നിലാവിൽ ത്രില്ലർ പോര് കടന്ന് RCB. ഹൃദയത്തുടിപ്പിന് വേഗമേറി കണ്ടുതീർത്തതത്രയും RCB എഴുതിയ തിരക്കഥയാണ്. കയ്യെത്തും ദൂരെ ഒരു മഹാജയത്തിന് കാതോർത്തിരുന്നവർക്ക് കണ്ണീര് കൊണ്ടൊരു പെരുമഴക്കാലം. എല്ലാം അവസാനിച്ചെന്ന ആരവങ്ങൾക്ക് ശേഷം ഒരു തിരിച്ചുവരവിന് RCB കോട്ടയിൽ അടങ്ങാതെ ഒരു വിജയഗാഥ. വർഷങ്ങൾ എത്രയവർ മോഹിച്ചതാണ്. പഠിക്കൽ കലമുടച്ചും നിർഭാഗ്യത്തിന്റെ ഭൂതകാലവും ഹൃദയങ്ങൾക്കെത്ര നിരാശയണഞ്ഞതാണ്. അതിനാൽ കൈവിട്ട മത്സരം ചെന്നൈ പിടിയിൽ കവർന്നെടുത്തതിന് മനോഹരമെന്നൊരു വർണ്ണനയിൽ അവസാനമാണ്. കോഹ്ലിയും ബേദലും ചേർന്ന തുടക്കമത് ധോണിക്കും സംഘത്തിനുമേറ്റ പ്രഹരം ചെറുതല്ല. രാജവീതി ഉണർന്ന വരവിൽ കോഹ്ലിയുടെ 66, ബേദൽ എന്നൊരു 21-കാരന്റെ അർദ്ധശതകം. അനായാസം റൺമലയിലേക്ക് കുതിച്ചവരെ പതിരാണയിലൂടെ ചെറുത്തെങ്കിലും തിരിച്ചുവരവിന് കരുതി വെച്ചതൊരു ഷെപ്പേഡാണ്. ക്രിക്കറ്റ് സുന്ദരമാകുന്ന അതിന്റെ നേർക്കാഴ്ചയ്ക്ക് ചിന്നസ്വാമിയിലെ 10,000-ങ്ങളാണ് സാക്ഷി. ഗലീലിനെ തല്ലിത്തകർത്ത ആ 19-ാം ഓവറിൽ 33. ചെന്നൈക്ക് മുകളിൽ അയാളുടെ സംഹാര നൃത്തം. 14 പന്തുകൾ കൊണ്ട് അർദ്ധശതകവും തൊട്ട് സിനിമയെ വെല്ലുന്ന ത്രില്ലർ വിരുന്ന്. 213-ന്റെ ലക്ഷ്യം തൊടാൻ ചെന്നൈ പട ബാറ്റെടുക്കുന്നു. തുടക്കം വീണ വിക്കറ്റുകളിൽ പതറാതെ ജഡേജയും ആയുഷും ചേർന്ന് ബാംഗ്ലൂരുവിനെ വിറപ്പിച്ചതാണ്. അനായാസം ജയം തൊടുമെന്നൊരു നിമിഷത്തെ താലോലിച്ചതുമാണ്. 98 റൺസ് അടിച്ചുകൂട്ടിയ ആയുഷിന്റെ പോരാട്ടം മറക്കാത്തവന്റെ സിക്സർ മേളമാണ്. പരീക്ഷണങ്ങളിൽ തകർന്ന RCBക്കൊടുവിൽ ഇംഗ്ഡിയിലൂടെ ഒരു തിരിച്ചുവരവും. ആയുഷും ബ്രേവിസും വീണതോടെ ബാംഗ്ലൂർ പടയുടെ വിട്ടുകൊടുക്കാത്തവരുടെ പ്രകാശമാണ്. നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് മുന്നിൽ ആഗതമായി. ധോണിയും വീണതോടെ അർദ്ധശതകം പിന്നിട്ട ജഡേജയിലേക്കായി കണ്ണുകൾ. ഒടുവിലെ ആ ഓവറിൽ നോബോളിലൂടെ ദൗർഭാഗ്യമൊന്ന് കടന്നു വന്നതാണ്. എന്നാൽ എറിഞ്ഞിട്ട് 2 റൺസുകൾ അകലെ അലകടൽ പ്രക്ഷുബ്ധമായി ചിന്നസ്വാമിയിലെ ത്രില്ലർ സിനിമയ്ക്ക് ശുഭാവസാനം. എവിടെയോ പ്രതീക്ഷയുടെ വെട്ടമകലാതെ കാത്തുവെച്ചിരിക്കണം. ഒന്നാമനായി RCB തീർക്കുന്ന അത്ഭുതങ്ങൾക്ക് ഇത് തുടർച്ചയാണ്. പരിഹാസങ്ങളേറ്റവരുടെ അടങ്ങാത്ത തിരിച്ചുവരവ് ചിലപ്പോൾ എതിരാളിയെ ചാമ്പലാക്കും. അത് ചിലപ്പോൾ ഒരിക്കലും മായാത്തൊരു കലാശക്കളിയിലെ സ്വപ്നമെന്ന പോലൊരു പര്യവസാനത്തിനുമായിരിക്കണം. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.